നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലേക്ക് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നിവിടെ പറയുന്നത് മീനമാസത്തെ ഫലമാണ്. കൊല്ലവർഷം 1201 ആണ്ട് മീനമാസം 1 മുതൽ 30 വരെയും ഇംഗ്ലീഷ് വർഷം 2026 മാർച്ച് 15 മുതൽ ഏപ്രിൽ 13 വരെയുള്ള ഒരു മാസത്തെ നിങ്ങളുടെ ചാരവശാൽ ഉള്ള നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫലമാണ് പറയുന്നത്. ആദ്യമായി തന്നെ പറഞ്ഞു കൊള്ളട്ടെ, ഈ ചാനൽ ആദ്യമായി കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ആദ്യമായിട്ട് മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. നിങ്ങൾക്ക് ഈ മാസത്തെ ഫലം: മാർച്ച് 25 ശേഷം നിങ്ങളുടെ ധനാധിപനായിട്ടുള്ള ശുക്രൻ്റെ പ്രവേശനം ആ രാശിയിലോട്ട് വരുന്നു. ധനാധിപനും നിവർത്തി സ്ഥാനപതിയുമായിട്ടുള്ള ശുക്രൻ ആ രാശിയിലോട്ട് വരുന്നു. മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു. വാഹന ലാഭം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ. പിന്നെ യാത്രാഗുണം, ഇതൊക്കെ തന്നെ ആ ശുക്രൻ്റെ ഫലം കൊണ്ട് കിട്ടുന്നുണ്ട്. എന്നാൽ നിലവിൽ നിങ്ങൾക്ക് 7 ശനിയുമായി ബന്ധമുള്ള രാശിയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഒക്കെ സൂചിപ്പിക്കുന്നു. ഏപ്രിൽ 10 ശേഷം ഇളയ സഹോദരങ്ങൾക്ക് അത്രത്തോളം നല്ലതല്ല, അങ്ങനെ കാണുന്നു. പിന്നെ ശുക്രനെ കൊണ്ട് ശുഭഫലങ്ങൾ ഞാൻ പറഞ്ഞു. എന്നാൽ തന്നെയും ഈ രാശിക്കാർക്ക് വേഴം 3-ലാണ് സഞ്ചരിക്കുന്നത്. അത് അത്രത്തോളം നല്ലതല്ല. അപ്പോൾ ഈ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തിരക്ക് പിടിച്ച് ചെയ്യാതിരിക്കുക. അപ്പോൾ യാത്രാഗുണം പറഞ്ഞു, വാഹന ലാഭം ഒക്കെ പറഞ്ഞു. എന്നാൽ ഇത് വീഴാതെ, അതായത് വാഹനം ഓടിക്കുമ്പോൾ വീഴുമെന്നുള്ള അർത്ഥമല്ല, ഏതെങ്കിലും തരത്തിൽ വീട്ടിലോ ഒക്കെ വെച്ച് സ്ലിപ്പ് ചെയ്ത് വീഴാതെയൊക്കെ നോക്കണം എന്നുകൂടി ഈ രാശിക്കാർക്ക് പറയുന്നു. അപ്പോൾ ദൈവാനുഗ്രഹത്തിനായിട്ട് ശനിപ്രീതി ചെയ്യുക, പിന്നെ വേഴപ്രീതി. ഇനി പറയുന്നത് ഇടവരാശിയാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം ധനസ്ഥാനത്ത് നിലകൊള്ളുന്നു. അതൊരു ശുഭ അവസ്ഥ തന്നെയാണ്. എല്ലാവിധമായ കാര്യങ്ങളും 60-70% കാര്യങ്ങൾ നടന്നു വരുന്നതായി കാണുന്നു. എന്നാൽ അത് വേഴത്തെ കൊണ്ടുള്ള ഫലമാണ് പറയുന്നത്. എന്നാൽ മാർച്ച് 25 ശേഷം രോഗസാധ്യത, ജലജന്യമായ അസുഖങ്ങൾ ഉണ്ടാകാനും സാധ്യത ഉണ്ട്. ചുമ, തലവേദന, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് ജലജന്യമായ അസുഖങ്ങളെന്ന് പറയുന്നത്. ഏപ്രിൽ 10 ശേഷം ആഗ്രഹ സാഫല്യത്തിനായി ശ്രീകൃഷ്ണപ്രീതി നടത്തുന്നത് ഉത്തമമായി കാണുന്നു. ഏപ്രിൽ 2 ശേഷം ജീവിത പങ്കാളിക്ക്, നമുക്കോ ജീവിത പങ്കാളിക്കോ ആരോഗ്യപരമായി
ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. എന്ന് വെച്ചാൽ രോഗസാധ്യത ഉണ്ട് എന്നാണ്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവാനുഗ്രഹം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ രോഗശമനം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ 10 കർമ്മസ്ഥാനത്ത് രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അത് നാഗരാജ പ്രീതി കൂടി ചെയ്യുമ്പോൾ നമ്മുടെ പ്രവൃത്തിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ്. ഇനി പറയുന്നത് മിഥുനമാണ്. മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർന്നം, മുക്കാല്. നിങ്ങൾക്ക് ആ രാശിയിൽ സർവേശ്വരകാരകനായിട്ടുള്ള ദൈവാനുഗ്രഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും ഗ്രഹമായിട്ടുള്ള വ്യാഴം ആ രാശിയിൽ നിലകൊള്ളുന്നു. അതൊരു ശുഭ അവസ്ഥ തന്നെയാണ് ഉള്ളത്. എല്ലാവിധമായ കാര്യങ്ങളും നടന്നു വരുന്നതായി കാണുന്നു. പൊതുവെ ശുഭകരമാണ്. മാർച്ച് 25 ശേഷം ആഗ്രഹ സാഫല്യങ്ങൾ ഉണ്ടാകുന്നതായി കാണുന്നു. സന്താനഭാഗ്യം, സന്താനം ഇല്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യം ഉണ്ടാകുന്നതായി കാണുന്നു. എന്നാൽ ഇതൊക്കെ ശുഭകരമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഏപ്രിൽ 2 ശേഷം ആരോഗ്യ പ്രശ്നങ്ങളും സൂചിപ്പിക്കുന്നു. എല്ലാ മേഖലയിലുള്ളവരും തൊഴിൽപരമായി ശ്രദ്ധിക്കണം എന്നുകൂടി കാണുന്നു. മാതൃസ്ഥാനീയർക്ക് രോഗസാധ്യതയും ഈ മാസം സൂചിപ്പിക്കുന്നു. അപ്പോൾ കൂടുതലും മിഥുനരാശിക്കാർക്ക് ശുഭഫലം തന്നെയാണ് കാണുന്നത്. ഇനി പറയുന്നത് കർക്കിടകമാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർന്നത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം. നിങ്ങൾക്ക് നിലവിൽ വ്യാഴം 12-ലാണ്. 12 എന്ന് പറയുമ്പോൾ വ്യയസ്ഥാനം അല്ലെങ്കിൽ നഷ്ടസ്ഥാനം, അങ്ങനെയുള്ള സ്ഥാനമാണ്. പാഴ് ചിലവുകൾ വരാതെ നിയന്ത്രിക്കുക. പിന്നെ ദൂരെ ഉള്ള ക്ഷേത്രം, ദേവാലയ ദർശനം, അത് ഈ വ്യാഴത്തെ കൊണ്ട് പറയുന്നു. എന്നാൽ ഈ മാസത്തെ ഫലം, ഈ ശുക്രനെ കൊണ്ടുള്ള ഫലം, സ്ത്രീകൾ മുഖേന ഉള്ള ഗുണഫലങ്ങൾ കിട്ടാൻ സാധ്യത കാണുന്നു. അത് വരുന്ന സമയങ്ങളിലും അത് തുടരെ കിട്ടുന്നതായി കാണുന്നു. ശുക്രൻ്റെ ഗുണഫലങ്ങൾ അത് ഇപ്പോൾ നിങ്ങൾക്ക് നിലവിലെ ശുക്രൻ 9-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു, ഉച്ചരാശിയിൽ. അത് ഇനി വരുന്ന സമയങ്ങളിൽ 10, 11 എന്നീ രാശികളിൽ വരുന്നതാണ്. അത് ശുഭകരമായി തന്നെ കാണുന്നതാണ്. വാഹന ലാഭം ഉണ്ട്. മാതാവിന് രോഗങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് രോഗശമനം കാണുന്നു. നിലവിൽ കർക്കിടക രാശിക്കാർക്ക് വ്യാഴം 12-ലാണ്. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. പിന്നെ അഷ്ടമത്തിൽ രാഹു എന്ന് പറയുമ്പോൾ ആയുസ്സിൻ്റെ സ്ഥാനം. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ മതിയായ ചികിത്സയും തേടേണ്ടതാണ്. ഇനി പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വ്യാഴം 11-ലാണ്. അഭിഷ്ടസ്ഥാനമായ 11-ൽ വ്യാഴം സഞ്ചരിക്കുന്നത് എല്ലാവിധമായ ഭൗതികമായ കാര്യങ്ങൾ, മംഗളകരമായ കാര്യങ്ങൾ എല്ലാം തന്നെ നടന്നു വരുന്നതായി കാണുന്നു. മാർച്ച് 25 ശേഷം തൊഴിൽ പുരോഗതി ഉണ്ടാകും. ധനാഗമനത്തിനായി ശ്രീകൃഷ്ണപ്രീതി നേടുന്നത് ഉചിതമാണ്. ശനിപ്രീതി നേടുക. അതുവഴി ചില രോഗങ്ങൾ, അത് നിങ്ങളുടെ രാശിയിൽ കേതു സഞ്ചരിക്കുന്നു, 7-ൽ രാഹു സഞ്ചരിക്കുന്നു. ആയതിനാൽ ചില രോഗങ്ങളും സൂചിപ്പിക്കുന്നു.
അതിനായി ശനിപ്രീതി നേടുക. വാഹനം ഓടിക്കുന്നവർ വേഗത കുറയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കിപ്പോൾ അഷ്ടമത്തിൽ രാഹു സഞ്ചരിക്കുന്നതിനാലാണ് ഇപ്രകാരം പറയുന്നത്. യാത്രകൾ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ കൂടുതലും നല്ല കാര്യങ്ങളാണുള്ളത്. ചിങ്ങരാശിക്കാർക്ക് രാഹു 7-ലാണ് സഞ്ചരിക്കുന്നത്. ഞാൻ അഷ്ടമത്തിൽ എന്ന് പറഞ്ഞു, സോറി. ചിങ്ങരാശിക്കാർക്ക് രാഹു 7-ലാണ് സഞ്ചരിക്കുന്നത്. അപ്പം അതിനാൽ ചില രോഗസാധ്യതകളും യാത്ര ഒക്കെ സൂക്ഷിക്കുന്നതും നന്നായിരിക്കും. ഇനി പറയുന്നത് കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം. കന്നി രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം 3/4 ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി. നിങ്ങൾക്ക് നിലവിൽ വ്യാഴം കർമ്മസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തൊഴിൽപരമായി എല്ലാ മേഖലയിലുള്ളവരും ഒരു ജാഗ്രത അല്ലെങ്കിൽ കൃത്യനിഷ്ഠ പാലിക്കണം എന്നാണ് വ്യാഴം പറയുന്നത്. തൊഴിലിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. ദോഷങ്ങൾ വരാതിരിക്കാൻ നമ്മുടെ കൃത്യനിഷ്ഠ പാലിക്കണമെന്നാണ്. ഏത് കാര്യങ്ങൾ ചെയ്തിരുന്നാലും പക്വതയോടുകൂടി ചെയ്യുന്നത് ഉചിതമാണ്. ഏപ്രിൽ 2-ന് ശേഷം വാഹനം ഒക്കെ ഓടിക്കുമ്പോൾ വേഗത കുറച്ച് പോകുന്നത് ഉത്തമമാണ്. റോഡ് നിയമങ്ങൾ പാലിച്ച് പതുക്കെ ഓടിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അപകട സാധ്യത ഒഴിവാക്കാൻ സാധിക്കും. അപകടം ഉണ്ടാകും എന്നുള്ള അർത്ഥമല്ല, എന്നാലും ഒരു കരുതൽ വേണ്ടി വരുന്ന മാസമാണ്. ഇനി പറയുന്നത് കന്നിരാശിക്കാർക്ക് നിലവിൽ കണ്ടകശനി ഉണ്ട്. അതുകൊണ്ട് തന്നെ രോഗസാധ്യതകളും ഉള്ളതായി കാണുന്നു. അപ്പോൾ ദൈവാനുഗ്രഹത്തിനായിട്ട് രോഗശമനം ഉണ്ടാകുന്നതിനുമായിട്ട് ശനിപ്രീതി ചെയ്യുന്നത് ഉത്തമം. ഇനി പറയുന്നത് തുലാമാണ്. തുലാം രാശിക്കാർക്ക് വ്യാഴം 9-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 9 ഭാഗ്യസ്ഥാനമാണ്. എല്ലാവിധമായ ഭാഗ്യവും ലഭിക്കും അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ആ 9-ൽ നിന്നിട്ട് വ്യാഴത്തിൻ്റെ അറിയിപ്പ്. എന്നാൽ നിങ്ങളുടെ 5-ാം ഭാവം അതിൽ ഉള്ള ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നു വയറ് സംബന്ധിച്ച് അല്ലെങ്കിൽ ദഹനക്കുറവോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലുള്ള കുഴപ്പങ്ങൾ കൊണ്ടോ ഒക്കെ അസിഡിറ്റി പോലെയുള്ള അസുഖങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ സ്ത്രീകൾ ഈ 5-ൽ ഉള്ള ഗ്രഹങ്ങൾ തുലാം രാശിക്കാർക്ക് 5-ൽ ചൊവ്വ, രാഹു, ബുധൻ അങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഈ യോഗങ്ങൾ കൊണ്ട് തന്നെ ഗ്രഹങ്ങളുടെ യോഗങ്ങൾ കൊണ്ട് തന്നെ സ്ത്രീകൾ, അതായത് ഗർഭിണി ആയിട്ടുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഭയപ്പെടേണ്ട ആവശ്യമല്ല. ഡോക്ടറെ മുൻകൂട്ടി കാണുന്നത് ഉചിതമായി കാണുന്നു. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം 3/4 ഭാഗം. ഇനി പറയുന്നത്
വൃശ്ചികമാണ്. വൃശ്ചികത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, കേട്ട. നിങ്ങൾക്ക് വേഴം അഷ്ടമത്തിൽ മറഞ്ഞു. ദൈവാനുഗ്രഹം മറഞ്ഞു. ധനപരമായ കാര്യങ്ങൾ, പാഴ് ചിലവുകൾ ഒക്കെ ഉണ്ടാവാം. അല്ലെങ്കിൽ ആശുപത്രിവാസം, അങ്ങനെയുള്ള കാര്യങ്ങളും സൂചിപ്പിക്കുന്നു. ദൈവാനുഗ്രഹം മറയുമ്പോഴാണ് രോഗസാധ്യത, രോഗം ഉണ്ടായിരുന്ന രോഗങ്ങൾ അത് തലപൊക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, നിങ്ങളുടെ 5-ാം ഭാവത്തിൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 5 പറയുന്ന സ്ഥാനം സന്താനഭാവം, നമ്മളുടെ വയറിൻ്റെ സ്ഥാനം. അപ്പോൾ ജലജന്യമായ അസുഖങ്ങളോ വയറ് സംബന്ധിച്ചുള്ള മറ്റെന്തെങ്കിലും അസുഖങ്ങളോ നേരത്തെ ഉണ്ടായിരുന്നവർക്ക് അത് കൂടുതൽ കൂടാനുമൊക്കെയുള്ള സാധ്യത, ആശുപത്രിവാസമൊക്കെ കാണുന്നു. ഭയപ്പെടേണ്ട, മതിയായ ചികിത്സ തേടേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ ഈ 4-ാം ഭാവത്തിലുള്ള രാഹു ചൊവ്വ യോഗം, അതും അത്രത്തോളം ശുഭകരമല്ല. അപ്പോൾ ടെസ്റ്റുകളൊക്കെ നടത്തുക, ECG പോലുള്ള ടെസ്റ്റുകൾ നടത്തുക, പേടി, ഭയപ്പാട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നു നിലവിൽ. പിന്നെ വലത് കൈ, തോള് ഒക്കെ കഴപ്പ്, വേദന അങ്ങനെയൊക്കെ ഉണ്ടാകാനും സാധ്യത ഈ മാസം കാണുന്നു. മാതാവിനും രോഗസാധ്യത കാണുന്നു. ഇതൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നതല്ല, ഗ്രഹസ്ഥിതി വച്ചിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ രോഗശമനത്തിനായിട്ടും ധനം പാഴായി പോകാതിരിക്കുന്നതിനുമായിട്ട് ശനിപ്രീതി, വേഴപ്രീതി, പിന്നെ ഈ 4-ൽ നിൽക്കുന്ന രാഹു, അപ്പം നാഗരാജ പ്രീതി, ഇതൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് മനധൈര്യമൊക്കെ കിട്ടും. ഇപ്പോൾ ചില വിഷമതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതൊക്കെ തന്നെ ശുഭമായി വരും, ദോഷങ്ങൾ കുറഞ്ഞു വരും. ഇനി പറയുന്നത് ധനുവാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം നിവൃത്തിസ്ഥാനത്ത്, യാത്രാസ്ഥാനത്ത് നിലകൊള്ളുന്നു. അപ്പോൾ ഏത് കാര്യത്തിന് ഇറങ്ങിയിരുന്നാലും അത് 80% വരെ സഫലമായി കാണുന്നു. അങ്ങനെയാണ് വേഴത്തിൻ്റെ അറിയിപ്പ്. പിന്നെ നിങ്ങൾക്ക് 4-ൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നിലവിൽ കണ്ടകശനിയൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഈ ധനുരാശിയിലോട്ട് വേഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതിനാൽ ശനിയുടെ കാഠിന്യം കുറയുന്നതാണ്. ഏപ്രിൽ 2-ന് ശേഷം യാത്രകൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വാഹനം വേഗത കുറയ്ക്കുക. അത് നിങ്ങൾക്ക് അത് പറയാനുള്ള കാരണം, നിങ്ങൾക്ക് 4-ൽ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഏപ്രിൽ 2-ന് ശേഷം നിങ്ങളുടെ 5-ാം ഭാവാധിപനും 12-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ യാത്രാസ്ഥാനത്ത് വരുന്നു. ശനിയുടെ യോഗം വരുന്നു. അത് അത്രത്തോളം ശുഭകരമല്ല. ആയതിനാൽ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധിക്കുന്നത് ഉചിതമാണ്. മാത്രമല്ല, സന്താനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കൂടുതൽ ദോഷങ്ങളല്ല, ഇതൊക്കെ പറഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് നിലവിൽ വേഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ട് മതിയാവോളം. അതുകൊണ്ട് തന്നെ രോഗങ്ങളുണ്ടായാൽ തന്നെയും അതെല്ലാം അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കും. ആഗ്രഹ സാഫല്യമൊക്കെ ധനുരാശിക്കാർക്ക് ഉണ്ട്. ഇനി പറയുന്നത് മകരം. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് 6-ാം ഭാവത്തിലാണ്.
ആറെന്ന് പറയുന്ന രോഗം, ശത്രു, കടം, ദുരിതം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം അങ്ങനെ വരണമെന്ന് ഉള്ളതല്ല. ആ 6-ാം ഭാവത്തിലുള്ള വേഴത്തിൻ്റെ നിൽപ്പ് ഇപ്രകാരമൊക്കെ സൂചിപ്പിക്കുന്നു. ഭയപ്പെടേണ്ട ആവശ്യമില്ല. വേഴപ്രീതി നടത്തുക. വ്യാഴാഴ്ച മുടങ്ങാതെ വേഴപ്രീതി നടത്തുക. പിന്നെ നിങ്ങൾക്ക് ശനി നല്ല സ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. ആ ശനിയെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ നമുക്ക് ശ്രദ്ധിക്കും. പിന്നെ 2-ാം ഭാവം, നിങ്ങളുടെ 2-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുന്നു. അപ്പോൾ ആയതിനാൽ രാഹു ചൊവ്വ ഇവിടെ യോഗം. പിന്നെ എന്നിട്ട് ചൊവ്വയുടെ ശത്രുഗ്രഹമായ ബുധൻ, ഇതൊക്കെ തന്നെ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് 2-ാം ഭാവത്ത് സഞ്ചരിക്കുന്നു. ആയതിനാൽ വാഹനം ഓടിക്കുമ്പോൾ വേഗത കുറച്ച് ഓടിക്കുക. അതുമാത്രമല്ല, നമ്മുടെ വാക്കുകൾ നന്നാക്കാൻ ശ്രമിക്കുക. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് നീരസമായി തോന്നാതിരിക്കുക. അപ്പോൾ അതിന് നല്ല വാക്കുകൾ പറയാൻ ശ്രമിക്കുക. പാഴി ചിലവുകൾ നിയന്ത്രിക്കുക. പിന്നെ ദുർശീലങ്ങളൊക്കെ കൂടാതിരിക്കാനും അത് നിയന്ത്രിക്കാനും കഴിഞ്ഞാൽ ഉത്തമം. അപ്പോൾ ദൈവാനുഗ്രഹത്തിനായി മഹാവിഷ്ണു പ്രീതി വ്യാഴാഴ്ച തോറും മുടങ്ങാതെ ചെയ്യുക. പിന്നെ നാഗരാജ പ്രീതി. അപ്പോൾ ഇനി പറയുന്നത് കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് വ്യാഴം നിലവിൽ 5-ലുണ്ട്. 5-ൽ വ്യാഴം സഞ്ചരിച്ചിട്ട് ആ രാശിയിലോട്ടുള്ള ദൃഷ്ടി വരുന്നുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ എല്ലാവിധമായ കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. പൊതുവെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ട്. ആഗ്രഹ സാഫല്യമൊക്കെ ഉണ്ടാകുന്നതാണ്. ക്രയവിക്രയങ്ങൾ, അതും നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ, അത് ഭൂമി സംബന്ധിച്ചുള്ള കാര്യമാവാം, ഗ്രഹം വാങ്ങൽ, കൊടുക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളാവാം, പിന്നെ വാഹന സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളാവാം. ഇതൊക്കെ തന്നെ വരുന്ന സമയങ്ങളിൽ ശരിയായി വരുന്നതായി കാണുന്നു. വാഹനത്തിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. എന്നാൽ തന്നെയും ഏപ്രിൽ 2-ന് ശേഷം വാഹനം ഓടിക്കുമ്പോൾ വേഗത കുറയ്ക്കുന്നത് ഉത്തമമാണ്. അത് നിങ്ങൾക്ക് ശനി ഇപ്പോൾ നിലവിൽ 2-ലുണ്ട് പ്രവൃത്തി സ്ഥാനത്ത്. ചൊവ്വയും അവിടെ ഏപ്രിൽ 2-ന് ശേഷം ചൊവ്വയും ശനിയും യോഗം ചെയ്യും നിങ്ങളുടെ പ്രവൃത്തി സ്ഥാനത്ത്. എന്നിട്ട് അഷ്ടമത്തിലോട്ട് ദൃഷ്ടിയും വരും. അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പറഞ്ഞുവെങ്കിലും നിങ്ങൾക്ക് നിലവിൽ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ശനിപ്രീതി ചെയ്യുക, നാഗരാജ പ്രീതി ചെയ്യുക. കുംഭരാശിക്കാർ ഇപ്പോൾ നിലവിൽ ഇത്രയും ചെയ്താൽ മതി. ഇനി പറയുന്നത് മീനമാണ്. മീനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം സുഖസ്ഥാനത്ത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. സുഖം, വാഹനം, മാതൃസ്ഥാനം, കൂട്ടുകാരുടെ സ്ഥാനം, ബന്ധുജനങ്ങളുടെ സ്ഥാനം എന്ന് പറയും. അപ്പോൾ 50% ശുഭഫലം തന്നെ നമുക്ക് കിട്ടും. വാഹനം സംബന്ധിച്ചും പിന്നെ വീട്, അതായത് വീട് മോടി കൂട്ടുകയോ പുതുതായി പണിയാനോ ഒക്കെയുള്ള
സാധ്യത ആ വേഴത്തിൻ്റെ നിൽപ്പ് വച്ചിട്ട് കാണുന്നു. അപ്പോൾ ശനിയുടെ ബന്ധം ആ വേഴത്തിനുള്ളതിനാൽ കടബാധ്യതയും വരാം. ഗ്രഹനിർമ്മാണമൊക്കെ തുടങ്ങുന്നവർ ബാങ്ക് ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായി വരും. എന്നാൽ തന്നെയും അത് സഫലമാകുന്നതായി മീനരാശിക്കാർക്ക് കാണുന്നു. ആരോഗ്യപരമായും കൂടുതൽ കരുതൽ വേണ്ടി വരുന്ന മാസമാണ്. നിങ്ങൾക്ക് ഈ മാസം 3-ാം ഭാവാധിപനും അഷ്ടമാധിപനുമായിട്ടുള്ള ശുക്രൻ ഈ രാശിയിൽ വരുന്നു. രാശിയിൽ നിലയുണ്ട് അഷ്ടമാധിപൻ. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ സൂക്ഷിക്കണം. നിലവിൽ ശനി ജന്മശനിയായിട്ട് ആ രാശിയിൽ ഉള്ളതുകൊണ്ട് ഒരു കരുതലെടുക്കുക, വീഴാതെയൊക്കെ നോക്കുക. ഭയപ്പെടുത്തുന്നതല്ല, ഒരു കരുതലിന് വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക, ശനിപ്രീതി, പിന്നെ 12-ൽ നിൽക്കുന്ന രാഹു, നാഗരാജപ്രീതി, പിന്നെ അഷ്ടമാധിപൻ ഈ രാശിയിൽ സഞ്ചരിക്കുന്ന മാസം ആയതിനാൽ ദേവീപ്രീതി. ഇത്രയും ചെയ്താൽ മതി. കൂടുതൽ കുഴപ്പങ്ങളില്ല. എന്നിരുന്നാലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഈ 12 രാശികളിൽപ്പെട്ട 27 നക്ഷത്രക്കാരുടെയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ ഉണ്ടായേക്കാം. അതിനുള്ള കാരണം നിങ്ങൾ ഓരോരുത്തർക്കും പ്രായഭേദമന്യേ ഇപ്പോൾ നടക്കുന്ന ദശ, അപഹാരം, ഛിദ്രം എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. അതൊക്കെ നമുക്ക് വ്യക്തമായി അറിയണമെങ്കിൽ ഒരു ആസ്ട്രോളജറെ കാണുന്നത് ഉത്തമമായി കാണുന്നു. ജാതകം ഒക്കെ പരിശോധിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ഇതുവരെ ഈ വീഡിയോ കേട്ടും കണ്ടും ഇരുന്ന എല്ലാ എൻ്റെ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.